പാൽ ചുരത്താൻ തയ്യാറായി നിൽക്കുന്ന പശുക്കൂട്ടം, കലപില ശബ്ദമുണ്ടാക്കി ചിക്കി ചികഞ്ഞു നടക്കുന്ന കോഴികളും താറാക്കൂട്ടവും, പയറും പടവലവും വെണ്ടയും മത്തനും തുടങ്ങി പച്ചക്കറികളുടെ വലിയ കലവ. മനുഷ്യന്റെയും പ്രകൃതിയുടെയും മനസ്സിന്റെ താളം ഇവിടെ സമന്വയിക്കുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ കൃഷിയിടം. കൃഷിയൊക്കെ ചെയ്യാൻ സന്തോഷമാണ്. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഇവിടെ സലാഡ്, വെള്ളരി, പയറ്, പിന്നെ പടവലം, പാവൽ, വെണ്ട, പിന്നെ പച്ചമുളക് എല്ലാം കൃഷിയിടും. ഇതിപ്പോ നിങ്ങൾ ഉപയോഗിക്കുകയാണോ അതോ വിൽക്കുകയാണോ, എന്തൊക്കെയാ ചെയ്യുക? ഇവിടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യും. ഇവിടുത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വരുന്നത് വെളിയിൽ വിൽക്കുക. ഇവരാണ് മണ്ണിൽ 100 മേനി വിളയിച്ച കർഷകർ. ഒരു കാലത്ത് ഇവർക്ക് വീടും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. ഒരു നൊടിയുടെ മനസ്സൊന്നുലഞ്ഞതോടെ അനാഥരായി. ചികിത്സ കഴിഞ്ഞ് ആരും ഏറ്റെടുക്കാനില്ലാത്തവർക്ക് ജില്ലാ പഞ്ചായത്ത് വീടൊരുക്കി. സുപ്രീം കോടതിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് തുടങ്ങിയത്. മാനസിക രോഗ കേന്ദ്രങ്ങളിൽ നിന്ന് രോഗം ഭേദമാവുന്നവരെ ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാറില്ല. അവരുടെ കുടുംബം പാടെ ഉപേക്ഷിക്കുകയാണ് പതിവ്. അതിനൊരു വിരാമം ഇടുന്നതിന് വേണ്ടിയാണ് ഉന്നത നീതിപീഠം ഇടപെട്ടത്. അന്നാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ആദ്യമായി ഫാം തെറാപ്പി വിദഗ്ധരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാം തെറാപ്പിക്ക് രൂപം കൊടുത്തു. ലക്ഷ്യം ഇവരുടെ മാനസിക നിലയ്ക്ക് പരിവർത്തനം വരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അത് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഫുൾ ടൈം അവർ എൻഗേജ്ഡായി മാറിയപ്പോൾ അവരുടെ മനോനിലയിൽ മാറ്റം വന്നു. അവർ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തരാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കൃഷിയും മൃഗപരിപാലനവുമെല്ലാമായി വലിയ തിരക്കിലാണിവർ. തിരക്കേറിയ മനസ്സിനെ മുമ്പത്തെ പോലെ ആരും ഉലയ്ക്കാറുമില്ല. ഈ ഫാം തെറാപ്പിയിലൂടെ, ഞങ്ങളുടെ പരിചരണത്തിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ പ്രാപ്തരെന്ന് ഡോക്ടർമാർ വിധിയെഴുതി തുടങ്ങി. അവരെ നോർമൽ ലൈഫിലേക്ക് അവരെ അയക്കാം. അപ്പോൾ അതറിഞ്ഞ് ബന്ധുക്കളെ സമീപം അവർ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നു. അങ്ങനെ ബാക്ക് ടു ഹോം പദ്ധതി കൊണ്ടുവന്നിട്ട് അവരെ വീട്ടിലേക്ക് എത്തിക്കാം. ഏതാണ്ട് 23 പേരെ ഈ ജില്ലാ പഞ്ചായത്തിന് ബാക്ക് ടു ഹോം പദ്ധതിയിലൂടെ അവിടെ അന്തേവാസികളെ തിരികെ വീട്ടിലെത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും സംതൃപ്തമായ ഒരു അധ്യായമാണ് ഇതിൻ്റെ. ഇവരെ പോലെ സംരക്ഷണം ആവശ്യമുള്ള ഒട്ടേറെ പേർ പേരൂർക്കട മാനസിക കേന്ദ്രത്തിലുണ്ട്. അവർക്കും ഇതുപോലെ പുതുലോകത്തേക്ക് പറക്കണം. ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത ഉദ്യമം അവർക്കായി. അത് വീണ്ടും അടുത്ത വനിതകൾ കൂടി ഒരു സ്കീം തുടങ്ങാൻ നമ്മൾ ആലോചിക്കും. ഇപ്പോൾ വനിതകൾക്കില്ല, പുരുഷന്മാർക്ക് മാത്രമാണ്. അതിന് സ്ഥലം കണ്ടെത്താൻ ഒരു പുതിയ മാർഗ്ഗം നമ്മുടെ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ വെഞ്ഞാറമൂട് കെയർ ഹോമിലെ അന്തേവാസിയായ ഒരു പ്രകാശ് എന്നൊരാൾ, ഒരു സഹോദരി ഇപ്പോഴും മാനസികരോഗ കേന്ദ്രത്തിലാണ്. ഇദ്ദേഹം ഭാഗികമായി മാനസികരോഗ അവസ്ഥയിലുള്ളതാണ്. അതൊരു സ്വബോധം വരുമ്പോഴൊക്കെ പറയുന്നത് എൻ്റെ ഭൂമി നിങ്ങൾ എടുത്തോ, ഇത്തരം കേന്ദ്രം തുടങ്ങാവുന്നതാണ്. നമ്മൾ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ലീഗൽ സർവീസ് അതോറിറ്റിയായി സംസാരിക്കുന്നു. ഇപ്പോൾ ആ ഭൂമി കൂടി ഏറ്റെടുത്താൽ അവിടെ മനോഹരമായ വനിതകളുടെ വട്ടപ്പാറയ്ക്കടുത്ത് അവിടെ ഒരു കേന്ദ്രം കൂടി ആരംഭിക്കാൻ നമ്മളറിയാം. മാനസികാരോഗ്യം വീണ്ടെടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം. ഉറ്റവരുടെ സംരക്ഷണവും കരുതലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നമ്മളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. അവരെ ഭയപ്പെടാതെ ദുരഭിമാനം വെടിഞ്ഞ് അവരെ കഴിയുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാൽ അനേകം പേർക്ക് ഇവിടെ ചികിത്സ ഒരുക്കാം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്റ്റെഫിൻ പറയാം നന്മയുടെ വിശേഷങ്ങൾ. സ്റ്റെഫിൻ, ആദ്യത്തെ ആ വിഷ്വൽ കണ്ടാൽ നമ്മളിതൊരു വലിയ ഫാമിനെ കുറിച്ചാണെന്നോ അല്ലേ? അത്രയും വിപുലമായ രീതിയിൽ കൃഷിയുമൊക്കെ നടക്കുന്നതാണ്. അത് ഈ മാനസിക വെല്ലുവിളിയിൽ നേരിടുന്നവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു വഴിയാണെന്ന് കൂടി അറിയുമ്പോൾ അത് വലിയൊരു അത്ഭുതവും കൗതുകവും സന്തോഷവുമാണ്. ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണല്ലേ? തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ട ഒരു പദ്ധതിയാണ്. നേരത്തെ അദ്ദേഹം വിളപ്പിൽ രാധാകൃഷ്ണൻ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ വിരലെണ്ണാവുന്ന ആളുകളെ കൊണ്ട് തുടങ്ങിയ ഒരു ഉദ്യമമാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 50 പേർക്ക് അവിടെ തണലൊരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ ദുഃഖത്തോടെ അതിനെ നോക്കിക്കാണുകയാണ് വേണ്ടത്. കാരണം അത്രയധികം പേർ സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അവരെ ഒന്നും തന്നെ ആരും കൊണ്ടുപോകാനൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന് ഇങ്ങനെ അവരെ സംരക്ഷിക്കേണ്ടി വരുന്നതും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ആ ആശുപത്രിയിൽ അവർ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇവിടെ എത്തുമ്പോൾ ഈ പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോൾ അവിടെ അവരൊരു ചെടി നടുന്നത് പോലും ഈ ഫാം തെറാപ്പിയുമായി അവരുടെ പുനരധിവാസം എത്ര മനോഹരമായി നടപ്പാക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അവിടെ ഒരു ചെടി നടുമ്പോൾ അവിടെ ചിത്രശലഭങ്ങൾ വരുന്നു, പരാഗണം നടത്തുന്നു. അങ്ങനെ ആ തരത്തിൽ അവരുടെ മനസ്സിനും ഒക്കെ കൂടുതൽ ഉല്ലാസം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത്. അതോടൊപ്പം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരം വാർഡന്മാർ
ഒരു സേവനമുണ്ട്, ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സേവനമുണ്ട് അത്തരത്തിൽ. പക്ഷേ അവിടെ നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടി എത്തുമ്പോഴും അവരെല്ലാം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ മുഖം കാണിക്കുമോ എന്നുള്ളതാണ് അവരെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ സന്തോഷത്തിന് പറഞ്ഞാൽ കാണിക്കും, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഇത് കാണുമെന്നുള്ളതാണ്. പക്ഷേ നിയമപരമായ തടസ്സം ഉണ്ടായതുകൊണ്ട് അവരൊന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പോൾ ഏതാണ്ട് 50ഓളം പേരെയും ആരും കൂട്ടിക്കൊണ്ടു പോകാനില്ലാതെ ഇപ്പോൾ അവിടെ കഴിഞ്ഞു വരുന്നു. അവർക്ക് കൃത്യമായ സംരക്ഷണം ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇവരൊക്കെ ഈ ഫാമിലേക്ക് എത്തുമ്പോൾ ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഏകാഗ്രതമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ കഴിയില്ല. അതിനൊരു ഉദാഹരണമായി അവർ പറയുന്നത്, ഈ ചെടിയൊക്കെ നടുമ്പോൾ ചെറിയ ട്രേയിലാണ് ഈ ചെടിയുടെ വിത്തൊക്കെ ഇടുന്നതും. അപ്പോൾ അതൊന്നും അവർക്ക് കൃത്യമായി കൈകൊണ്ട് അതിലെടുത്ത് വയ്ക്കാനോ ഏകാഗ്രതമായി അങ്ങനെ ചെയ്യാനോ ഒന്നും തന്നെ കഴിയില്ല. പക്ഷേ ഈ ഫാം തെറാപ്പിയിലൂടെ നിരന്തരമായി ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് പല കാര്യങ്ങളിലേക്ക് പോകും. കൃഷിയുമായും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ പരിപാലനം. സ്റ്റെഫിൻ ആ സ്റ്റോറിയുടെ അവസാനം പറഞ്ഞ പോലെ ഈ ആരോഗ്യത്തിലേക്ക് മാനസികാരോഗ്യത്തിലേക്ക് തിരികെ വന്നവരെ ഉറ്റവർ കൊണ്ടുപോയാൽ മറ്റുള്ളവർക്ക് കൂടി അല്ലേ നല്ലൊരു അവർക്കും ജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വഴി കൂടി അവിടെ ഒരുങ്ങുകയാണ്. ദയവായി അങ്ങനെ കൂടി ആളുകൾ ശ്രദ്ധിക്കുക എന്നാണ് എന്തായാലും ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. ശരി സ്റ്റെഫിൻ.